ഗാസയിൽ രണ്ടാംഘട്ട സമാധാന നീക്കങ്ങൾ ആരംഭിച്ചതായി ട്രംപിന്റെ വിശ്വസ്തൻ സ്റ്റീവ് വിറ്റ്കോഫ്. ഗാസയിലെ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കുന്നുവെന്നും ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി അറിയിച്ചു. ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ ഭീകര സംഘടനകളെയും നിരായുധീകരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, രണ്ടാം ഘട്ട സമാധാന ദൗത്യത്തിന്റെ ഭാഗമായുള്ള നീക്കങ്ങളുടെ ഒരു പ്രധാന ഘടകമായ നീക്കമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയാണ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഔദ്യോഗികമായി ഇക്കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ദേശീയ സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് ഒരു ഗാസയിൽ സുരക്ഷകൾ ഒരുക്കുക, ഗാസയിലെ തുടർന്നുള്ള ഭരണം സാധ്യമാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായുള്ള കമ്മിറ്റി രൂപീകരിക്കുന്നതിനുള്ള ഒരു ദേശീയ സർക്കാർ, ട്രാൻസിഷണൽ ഗവൺമെന്റ് നിയോഗിക്കുന്നതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 20 സമാധാന നിർദ്ദേശങ്ങൾ ഗാസയും ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും മറ്റു ബന്ധപ്പെട്ട രാജ്യങ്ങളും അംഗീകരിക്കുകയും അതിലേക്ക് നീങ്ങുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒന്നാം ഘട്ടം നടപ്പായി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന തീരുമാനം ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിർണായകമായ പല ഇടപെടലുകളും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും നിർണായകമായ ഇടപെടൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൈനിക നിരായുധീകരണം, അതായത് ഹമാസിന്റെ നിരായുധീകരണവും അതുപോലെ തന്നെ താൽക്കാലിക സർക്കാരിന്റെ രൂപീകരണവും, ആ താൽക്കാലിക സർക്കാരിന്റെ രൂപീകരണത്തിന് ശേഷം ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് സംബന്ധിച്ച ചർച്ചകളും, അതിനായി ഒരു അന്താരാഷ്ട്ര സംവിധാനത്തെ, ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക. ഇതിനുശേഷം മൂന്നാം ഘട്ടത്തിൽ പൂർണ്ണമായ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടക്കും. നിലവിൽ ഗാസയെ ഒരു സ്വതന്ത്ര മേഖലയായി പ്രഖ്യാപിക്കുന്നതിന്, ഒരു ഓട്ടോണമസ് സംവിധാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ഒരു സംവിധാനമായി നിലനിർത്തുന്നതിനും ഹമാസിനെയും അതുപോലുള്ള സംഘടനകളെയും, അതായത് ഹമാസും മറ്റു ചില സംഘടനകളും ഇപ്പോൾ ഗാസയിൽ ചില സ്വാധീനം ഉറപ്പിക്കുന്നുവെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഘടനകളെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഈ 20 നിർദ്ദേശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിനെ ഹമാസും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. നിരായുധീകരിക്കാൻ തയ്യാറാണ്, എന്നാൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന രീതിയിലുള്ള ചില കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നിരായുധീകരണത്തിന് തയ്യാറാണെന്ന തീരുമാനം അറിയിക്കുകയും ചെയ്തിരുന്നു ഹമാസ്. ശരി, ഐസനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.